പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഉളു എടുക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത 10 അബദ്ധങ്ങളെക്കുറിച്ചും ഉളു എടുക്കൽ സുന്നത്തായ സമയങ്ങളെക്കുറിച്ചുമാണ്. വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ ഈ 2 കാര്യങ്ങളും നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹാജത്തുകൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആർക്കൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി തരട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ് ഉളു എന്ന് പറയുന്നത്. ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പലപ്പോഴായി ഉളു എടുക്കല് നിർബന്ധമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കരിക്കുകയാണെങ്കിൽ ഉളു നിർബന്ധമാണ്. കഅബ തവാഫ് ചെയ്യുകയാണെങ്കിൽ ഉളു നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ പിടിക്കാൻ ഉളു നിർബന്ധമാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉളു എടുക്കൽ നിർബന്ധമാണ്. എന്നാൽ പല ആളുകളും ഉളു എടുക്കുമ്പോൾ പല അബദ്ധങ്ങളും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരാണ് ഈ അബദ്ധങ്ങൾ കൂടുതൽ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ഉളു എടുക്കൽ നിർബന്ധമില്ലെങ്കിലും പ്രത്യേകമായ സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉളു എടുക്കൽ സുന്നത്തായ ഒരു സമയമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയം. ഖുർആൻ തൊടാനും ഖുർആൻ പിടിക്കാനും ഖുർആൻ ചുമക്കാനും ഉളു നിർബന്ധമാണ്. കാണാതെ ഖുർആൻ ഓതുന്ന സമയത്ത് ഉളു എടുക്കൽ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. നമ്മളൊക്കെ പലപ്പോഴും ഫാത്തിഹ സൂറത്ത് കാണാതെ ഓതാറുണ്ട്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി കാണാതെ ഓതാറുണ്ട്. സൂറത്തുൽ വാഖിയ കാണാതെ ഓതാറുണ്ട്. യാസീൻ സൂറത്ത് കാണാതെ ഓതാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഖുർആൻ കാണാതെ ഓതുന്ന സമയത്ത് ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉളു ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉളു എടുത്ത് കിടന്നാൽ മലക്കുകളുടെ സംരക്ഷണം, മലക്കുകളുടെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ഉണ്ടാകുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ കഴിവിന്റെ പരമാവധി എല്ലാവരും ഉളു എടുക്കുക. അപ്പൊ പല ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഉസ്താദെ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളു എടുത്താൽ ഭർത്താവിനെ തൊട്ടാൽ ഉളു മുറിയൂലേ? പിന്നെന്തിനാ ഉളു എടുക്കുന്നത്? ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഭർത്താവ് ഭാര്യനെ തൊട്ടാലും ഉളു മുറിയല്ലോ. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഉളു എടുക്കുക? എന്റെ പ്രിയമുള്ളവരെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉളു എടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉളു മുറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ചില മഹാന്മാര് പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുന്ന ഉളു ഭർത്താവിനെ തൊട്ടാൽ മുറിയാത്ത ഉളു ആണ്, ഭാര്യയെ തൊട്ടാൽ മുറിയാത്ത ഉളു ആണ്. അതിന് ഉളുവിന്റെ കൂലി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. അപ്പൊ ആ കാര്യത്തിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല. അതോടൊപ്പം തന്നെ കോപം വരുമ്പോൾ ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. പല ആളുകളും നല്ല ദേഷ്യമുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഒരു സമയം ഉണ്ടാവും, ചിലപ്പോൾ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്ന ഒരു സമയം, മക്കളോടൊക്കെ അമിതമായി ദേഷ്യപ്പെടും. അങ്ങനെ നമ്മൾ അമിതമായ ദേഷ്യക്കാരനാണെങ്കിൽ, നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഉളു എടുത്താൽ ആ ദേഷ്യം കുറയുന്നതായി കാണാമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലാറുണ്ട്. നമ്മൾ രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്റ് ദുആ മജ്ലിസ് നടക്കാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളും അതിൽ പങ്കെടുക്കുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദിക്റുകൾ ചൊല്ലുമ്പോൾ, അതുപോലെ തന്നെ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. നമ്മൾ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ്, വെറുതെ സലാത്ത് ചൊല്ലിയാണ്, വെറുതെ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഇങ്ങനത്തെ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് ഉളു എടുക്കൽ പ്രാർത്ഥനയുടെ മര്യാദയാണ്.
നമ്മൾ ഉളു എടുത്തുകൊണ്ട് ദുആ ചെയ്താൽ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥന പരിഗണിക്കുമെന്നാ പറയുന്നത്. അതുപോലെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുമ്പോൾ വെറുതെ പള്ളിയിൽ ഉസ്താദിനെ കാണാൻ പോവുകയാണ്, ഇപ്പൊ റമദാനൊക്കെ അല്ലേ, ഉസ്താദിനെ വല്ല ഹദിയ കൊടുക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന സമയത്ത്, പള്ളിയിൽ കയറുന്ന സമയത്ത് ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തായാലും ഉളു എടുക്കണം. വെറുതെ പള്ളിയിലേക്ക് കയറുകയാണ്, ഉസ്താദിനോട് എന്തോ സംസാരിക്കാൻ വേണ്ടി വല്ല മസലയും ചോദിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുകയാണെങ്കിൽ വെറുതെ പള്ളിയിലേക്ക് കയറുമ്പോഴും ഉളു എടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത്, നമ്മൾ കുട്ടികളൊക്കെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് ഉളു എടുക്കാൻ പറയണം. ഉളു എടുത്തുകൊണ്ട് പഠിച്ചാൽ അത് പെട്ടെന്ന് തലയിൽ കയറും, പെട്ടെന്ന് ബുദ്ധിയിൽ നിൽക്കും, പഠിച്ചത് മറക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത്, മുല കൊടുക്കുന്ന സമയത്ത് ഉമ്മമാര് ഉളു എടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ കുട്ടികൾക്ക് നല്ല ബുദ്ധി കൂർമ്മത ഉണ്ടാവും. നല്ല ബുദ്ധിയുള്ള കുട്ടികളായി ആ കുട്ടികൾ മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകമായി ഉളു എടുക്കാൻ മഹാന്മാര് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സമയത്ത് ഉളു എടുക്കണം. അപ്പൊ ആകയാൽ ഉളു എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ടതിന് ശേഷം ഉളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഉളു എടുക്കുക, പിന്നെ കുളിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ മര്യാദ. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഉളു എടുക്കേണ്ടത്, ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇനി ഉളു എടുക്കുമ്പോൾ പലരും ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട്, അതൊന്ന് നമ്മൾക്ക് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ അബദ്ധം അമിതമായി വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളെ കിണറാണ്, നമ്മളെ വെള്ളാണ് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൂടുതലായി വെള്ളം ഇങ്ങനെ ഉളു എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അത് ഹറാമാണ്. അങ്ങനെ ഒരിക്കലും അമിതമായി വെള്ളം ഉപയോഗിച്ച് ഉളു എടുക്കാൻ പാടില്ല. അത് അള്ളാഹു തരുന്നതാണ്. സംഭവം നമ്മളെ കിണറൊക്കെ നിൽക്കും, പക്ഷെ കിണറ്റിൽ വെള്ളം തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അമിതമായി വെള്ളം ചെലവാക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മുഖത്ത് വെള്ളം കൊണ്ട് അടിക്കുന്ന ചില ആളുകളുണ്ട്. ഇങ്ങനെ കയ്യിൽ വെള്ളം എടുക്കും, എന്നിട്ട് ഇങ്ങനെ മുഖത്ത് കൊണ്ട് ഇങ്ങനെ 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 തട്ടും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മുഖത്ത് കൊണ്ടുപോയി മുഖം തടവലാണ്, അല്ലാതെ മുഖത്ത് കൊണ്ടുപോയി ഇങ്ങനെ വെള്ളം അടിക്കാൻ പാടില്ല. അത് തെറ്റാണ് എന്ന് ഫുഖഹാക്കൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തവണയിൽ കുറയാൻ പാടില്ല. ഉളു എടുക്കുമ്പോ കൈ കഴുകുമ്പോ 3 തവണ കൈ കഴുകണം. വായിൽ വെള്ളം കുപ്പിളിക്കുകയാണെങ്കിൽ 3 തവണ, കാല് കഴുകുകയാണെങ്കിലും 3 തവണ, തലയിൽ തടവേണ്ടതും 3 തവണ, ചെവി തടവേണ്ടതും 3 തവണ. അങ്ങനെ 3 തവണ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ 3 തവണ തന്നെ ചെയ്യണം. 3 തവണയേക്കാൾ ഒരിക്കലും കുറക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ 3 തവണയേക്കാൾ കൂട്ടാനും പാടില്ല. മുഖം തടവുക അത് 3 തവണയാണ്, 4 തവണ ആക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും തല തടവുക 4 തവണ ആക്കാൻ പാടില്ല. കാല് കഴുകുക 4 തവണ ആക്കാൻ പാടില്ല. ഒക്കെ 3 പ്രാവശ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഉളു എടുക്കാൻ അനാവശ്യമായി മറ്റൊരാളുടെ സഹായം തേടാൻ പാടില്ല. നമ്മൾക്ക് ആരോഗ്യമുണ്ട്, നമ്മളെ കൈയിനൊരു കുഴപ്പമില്ല, കാലിനൊരു കുഴപ്പമില്ല, പിന്നെന്തിനാണ് മറ്റൊരു ആളുടെ ആവശ്യം? നമുക്ക് ഉളു എടുക്കാൻ നമ്മൾ സ്വന്തമായി ഉളു എടുക്കുക. മറ്റൊരാളുടെ ആവശ്യം സഹായം തേടൽ കറാഹത്താണ്. അതുപോലെ തന്നെ ഉളു എടുത്ത വെള്ളം തോർത്താതിരിക്കുക എന്നുള്ളതാണ്. പല ആളുകളും ഉളു എടുത്ത വെള്ളം അപ്പോൾ തന്നെ മുണ്ടുകൊണ്ട് തോർത്തുന്നതായി കാണാം. അത് തുടക്കാതിരിക്കലാണ് സുന്നത്ത് എന്ന് മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുന്നത്തായ ദിക്റുകളൊക്കെ ഒഴിവാക്കുക. അൽഹംദുലില്ലാഹില്ലദീ ജഅൽ മാ തൗറ എന്ന് ഉളുവിന്റെ തുടക്കത്തിൽ പറയണം, അതൊക്കെ ഒഴിവാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഉളുവിന്റെ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇടത് ഭാഗം കൊണ്ട് തുടങ്ങുക. നമ്മൾ ഉളുവിന്റെ അവയവങ്ങൾ ആദ്യം കഴുകേണ്ടത് കൈ കഴുകുമ്പോൾ വലത് കൈയാണ്, പിന്നെയാണ് ഇടത് കൈ. ചെവിയും അങ്ങനെ തന്നെ, ആദ്യം വലത് ചെവി പിന്നെ ഇടത് ചെവി, ആദ്യം വലത് കാല് പിന്നെ ഇടത് കാല്, അങ്ങനെ അതാണ് ഉളുവിന്റെ ക്രമം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യം ഇടത് ഭാഗം കഴുകുന്നത് കണ്ടാൽ അത് കറാഹത്തിന്റെ സ്വഭാവമാണ്. അതുപോലെ തന്നെ ഉളു എടുക്കുന്ന സമയത്ത് സംസാരിക്കുക അത് ഒഴിവാക്കണം. പല ആളുകളും ഈ അബദ്ധം ചെയ്യാറുണ്ട്. ആദ്യം ഒന്ന് കൈ കഴുകും, പിന്നെ ഇങ്ങനെ കൂട്ടുകാരോട് വർത്താനം പറയും, പിന്നെ കാല് കഴുകും, പിന്നെ കൂട്ടുകാരനോട് വർത്താനം പറയും, പിന്നെ തല തടവും, പിന്നെ കൂട്ടുകാരോട് സംസാരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഉളു എടുക്കുന്ന സമയത്ത് മുവാലാത്ത് നഷ്ടപ്പെടരുത്. ആദ്യം മുതൽ അവസാനം വരെ ഉളുവിന്റെ ഫർളുകളും സുന്നത്തുകളും പാലിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉളു എടുക്കേണ്ടത്. അങ്ങനെ ഉളു എടുത്താലേ നമ്മൾക്ക് ഉളുവിന്റെ ശരിയായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ.
അതോടൊപ്പം തന്നെ ഉളു എടുക്കൽ കഴിഞ്ഞാൽ സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം ഓതണമെന്ന് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഇതൊക്കെ നമ്മൾ മദ്രസ മുതൽ ചെറുപ്പത്തിൽ പഠിച്ചു വരുന്ന സൂറത്തുകളാണ്. ഇതിനാണ് ഇതൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഉളു എടുത്തു കഴിഞ്ഞാൽ ആ സൂറത്ത് ഓതാൻ ആരും മറന്നു പോകരുത്. ഇങ്ങനെ ഉളുവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പല സഹോദരിമാരും ചോദിക്കാറുണ്ട്, ഔറത്ത് വെളിവാക്കി ഉളു എടുക്കാൻ പറ്റുമോ, തല മറക്കാതെ ഉളു എടുക്കാൻ പറ്റുമോ, അതിന് തെറ്റുണ്ടോ, ഉളു ശരിയാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, തല മറക്കാതെ ഉളു എടുത്താൽ ഉളുവിനൊരു കുഴപ്പമില്ല. കാരണം ഉളുവിന്റെ ഷർത്തിലോ ഉളുവിന്റെ ഫർളിലോ ഉളു മുറിയുന്ന കാര്യത്തിലോ തല മറക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഔറത്ത് മറക്കണമെന്ന് ഒരു കിതാബിലും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അന്യപുരുഷന്മാരുണ്ടായിരിക്കെ നമ്മൾ ഉളു ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? തല മറക്കണം, ഔറത്തുകളൊക്കെ കൃത്യമായി മറക്കുക. അന്യപുരുഷന്മാരുടെ ഇടയിൽ വെച്ച് ഉളു എടുക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അതിന്റെ അർത്ഥം തല മറക്കാതെ ഉളു എടുക്കണമെന്നല്ല. നമുക്ക് തല മറക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഔറത്ത് വെളിവാകുക എന്നുള്ളത് അത്ര നല്ല ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ അന്യപുരുഷന്മാർ ആരുമില്ല, നമ്മൾ ഒറ്റക്കാണെങ്കിൽ അവിടെ പിന്നെ ഔറത്ത് വെളിവായാലും കുഴപ്പമൊന്നുമില്ല. ഉളുവിനെ അത് ബാധിക്കൂല, ഉളുവുമായി അതൊരു ബന്ധമല്ല. ഉളു ശരിയാകും, ഉളുവിന്റെ തടസ്സമല്ല, ഉളു ബാത്തിലാകൂല എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഉളുവുമായി ബന്ധപ്പെട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക.